മാമ ഇത് പുതിയ ആയുധം വന്നില്ല, ഇതെന്തോ സംഭവം? ഇത് കണ്ടോണം. ദേ നമ്മുടെ വീരുവാശി പഴം. മാമ മണത്തിൻ്റെ കാര്യത്തിൽ, കാരണം ആ ഒറിജിനൽ ശർക്കരയുടെ അവിടെ തന്നെ എടുത്ത നല്ല ചെറുതേനാണ്. നമ്മൾ തേൻ ഒഴിച്ചു, ഇനി ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അടിപൊളിയായിട്ട് നല്ല. ഇത് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം ഉണ്ടാവുക, രാജാവിനെ പോലെ ഇരിക്കുമെന്നാണ്. അത് തന്നെ, ദേവന്മാരുടെ ആഹാരമായിരുന്നു ഇത്. ദേവന്മാരുടെ ആയുസ് നിലനിർത്താനും ദേവന്മാരുടെ സൗന്ദര്യം നിലനിർത്താനും വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്തത് മുരുകനാണ്. പളനി മുരുകൻ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരമാണ്, മെയിനായിട്ട് ആഹാരമാണ്. പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഇതിനെ കൊല കിട്ടാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ വളരെ പാടായതുകൊണ്ട് ഓരോ സ്ഥലത്തും തേടി നടന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. തീർച്ചയായിട്ടും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ നേരിട്ട് അയച്ചു തരും. നമസ്കാരം. 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 എന്താണ് പരിപാടി? ദേ നമ്മൾ ഏറ്റവും റെയർ ആയിട്ടൊരു കൊലയാണ്. ഇത് കാണാത്ത കൊലയാണല്ലോ. ഇത് കാണാത്ത കൊല എന്ന് പറഞ്ഞാൽ നമ്മൾ പളനിയിൽ പഞ്ചാമൃതം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വീരുഭാഷി എന്ന് പറഞ്ഞൊരു വാഴയാണ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രത്യേകതയുള്ള വാഴയാണ്. ഈ വാഴപ്പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ പഞ്ചാമൃതം ഉണ്ടാക്കിയാൽ അതിനകത്ത് പഴം ഉണ്ടെന്ന് പറയത്തില്ല, അത്രയ്ക്ക് അലിഞ്ഞു പോകുന്ന ഒരു പ്രത്യേകതരം വാഴയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇതല്ലേ. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രധാനപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെ പഴുത്താൽ എന്താ ഇങ്ങനെ ഒരു കളറേ വരത്തുള്ളൂ. ഇതാണ് വീരുഭാഷി എന്ന് പറഞ്ഞാൽ പഴം. ദേ അടുത്ത ഇങ്ങോട്ട് വന്ന ഏറ്റവും നല്ല ഇത് കണ്ടോ, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഈന്തപ്പഴം. ഓരോ സാധനങ്ങൾ ക്വാളിറ്റി നമ്മൾ കുറയ്ക്കാറില്ല. ഇത് യഥാർത്ഥ പനങ്കൽക്കണ്ടം. ഇത് എവിടെ നിന്ന് എടുത്ത്? ഇത് നമ്മൾ രാമേശ്വരം പോകുന്ന വഴിക്കുള്ള പനങ്കൽക്കണ്ടം ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലം, അവിടെ നിർത്തിയാണ്. അതെല്ലാവർക്കും വീഡിയോ കണ്ടിട്ടുണ്ട്, അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഇലയ്ക്ക് അറിയാമല്ലോ. പിന്നെ മിൽമയുടെ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ശർക്കരയുണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശർക്കര ഉണ്ടാക്കാൻ നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ ഈ പഞ്ചാമൃതത്തിന് ശർക്കര എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നെരിയാപുരത്ത് ഒരു സ്ഥലത്തു നിന്നാണ്. ദേ ഇതുണ്ടോ, ഒറിജിനൽ കരിമ്പ് കൊണ്ടുവന്ന് ദേ ഇതേപോലെ തന്നെ കറക്റ്റ് ആക്കി കരിമ്പ് ഇഷ്ടം പോലെ കിടക്കുന്നത്. ശർക്കരയുടെ പ്രോസസ്സിങ് ആദ്യം തന്നെ ശരിക്കും ജ്യൂസ് ആക്കിയതിന് ശേഷം ഇതിനകത്ത് പാനിയാക്കും. പാനിയാക്കി ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ആറിയതിന് ശേഷമാണ് ദേ ഇതേപോലെ പാക്കറ്റാക്കി എടുക്കുന്നത്. ഇതുപോലെ പാക്കറ്റാക്കി എടുത്തിട്ടാണ് ഇത് ഒറിജിനലായിട്ടുള്ള ശർക്കരയാണ്, യാതൊരുവിധ മായമൊന്നുമില്ലാതെ. അപ്പം ഇങ്ങനെയുള്ള സാധനമാണ് നമ്മുടെ ഈ ഒരു പഞ്ചാമൃതത്തിന് പ്രധാനമായിട്ട്. ഇങ്ങനെ ഓരോ സാധനവും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഞ്ചാമൃതത്തിൽ ചേർക്കത്തുള്ളൂ. പഞ്ചാമൃതം പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ഒരാളെ കാണാം, പ്രത്യേകം പരിചയപ്പെടുത്തുന്ന കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡയൽ കേരള വീഡിയോ വന്നത് ഏകദേശം ഒരു 3 മില്യണിൽ കൂടുതലായി. ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ പറഞ്ഞു പഞ്ചാമൃതം ഇനി ഉണ്ടാക്കാൻ അറിയിക്കണമെന്ന്. ഉണ്ടാക്കാതിരുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഈ വീരുഭാഷി പഴം കിട്ടാനുള്ളൊരു താമസമാണ്. കാരണം ഇത് കിട്ടാനായിട്ടെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ഉള്ളൊരു കൊലയായതുകൊണ്ട് കേരളത്തിൽ പല സ്ഥലത്തും ഇല്ലാത്തതാണ്. പഴം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ കാത്തു നിന്നത്. ഇത് ആപ്പാടി തമിഴ്നാട്ടിൽ ഒരു കർഷകനേ ഉള്ളൂ, അവരത് പുറത്തു കൊടുക്കത്തില്ല, അവരെല്ലാം പളനിക്ക് മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ വിത്ത് കൊണ്ടുവന്ന് വെച്ച് ഇതായത് കിളിപ്പിച്ച് 1 വർഷം കഴിഞ്ഞു. അതിന്റെ ഇതെടുത്ത് പഴമെടുത്ത് പഴമാക്കിയാണ് ചെയ്യുന്നത്, അല്ലാതെ പഴം ഇത്രയും കിട്ടത്തില്ല. അപ്പുറത്ത് ഈന്തപ്പഴത്തിന്റെ കുരു കളയുന്നു, ഇവിടെ പഴമല്ലേ. പഴം ഇതാണ് ഈ പഴത്തിന്റെ ഉൾഭാഗം. ഇത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുവേ ഒന്ന് ഓടിക്കണോ? ഒന്ന് ഓടിച്ചേക്കാം. കണ്ടോ, നമ്മുടെ റോബസ്റ്റ് പഴം പോലെ അതുപോലെ തന്നെ ഇത് അലിഞ്ഞങ്ങ് പോകും കേട്ടോ. ഇത് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഇങ്ങനെ ഓരോന്നിനെ എടുക്കുക. ഇത് പക്ഷേ ഇന്നൂടെ കഴിഞ്ഞാൽ ഇത് ഇറുന്നങ്ങ് പോകും, ഇതായി പോകും, ഇറുന്നിരുന്ന് വീഴും. നല്ല പഴുത്തിരിക്കുവാണ്. ഈ പരുവത്തിനാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പരിപാടി. ഈ ഈന്തപ്പഴം ഏത് രാജ്യത്തിന്റെയാ? ഇത് അഫ്ഗാൻ പഴം. ഈന്തപ്പഴങ്ങളിൽ ഒരു കൂടിയ ക്വാളിറ്റിയുള്ള പഴമാണ്. ഇത് ഞെക്കി നോക്കി ഇങ്ങനെ അലിഞ്ഞു ചേരും പെട്ടെന്ന്. മാമ ഇത് പുതിയ ആയുധം വന്നില്ല, ഇതെന്തോ സംഭവം? ഇത് കണ്ടോണം. നമുക്ക് ഈ പഴം ഇടിക്കണ്ടേ, ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ പഴം ഇടിക്കാൻ. ഓ ശരി, കൈ കൊണ്ടൊന്നും ഇടിക്കാതെ. ഫസ്റ്റ് പരിപാടി എന്തുവാ? ഫസ്റ്റ് നമ്മുടെ നെയ്യ്, മിൽമയുടെ നെയ്യാണ്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ഇടുന്നത് നമ്മൾ ഈത്തപ്പഴമാണ്. കുരു കളഞ്ഞ് ഈത്തപ്പഴം 20 കിലോ പഴമാണ്. 20 കിലോ പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നോക്കണം, സോഫ്റ്റ് പഴം എടുക്കാവുള്ളൂ. ഞെക്കുള്ള പഴുത്ത പഴം പോലെ ഞെക്കുള്ള പഴം എടുക്കാവുള്ളൂ, സോഫ്റ്റ് പഴം മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെ മറ്റുള്ള പഴം അലിയത്തില്ല, എളുപ്പം അരിഞ്ഞു വരും. ദേ നമ്മുടെ വീരുഭാഷി പഴം ദേ കറക്റ്റ് റെഡിയാക്കി ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുക. വീരുവാശിപ്പഴം മൊത്തം തമിഴ്നാട്ടിലുണ്ട്. അമ്മ ഈ പഴത്തിന് എന്തോ പ്രത്യേകത തമിഴ്നാട്ടിൽ? വീരുവാശിപ്പഴം എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിന് പോകുന്നവർ, സന്യാസി വര്യന്മാർ, ഇവരൊക്കെ യാത്ര പോകുമ്പോഴും 3-4-10 ദിവസം യാത്ര പോകുമ്പോഴും ഈ പഴമാണ് കൊണ്ടുപോകുന്നത്. ഇത് കഴിച്ചാൽ ശരീരത്തിൽ ജലമേ പോവുള്ളൂ. മാത്രമല്ല നമ്മൾ ഇത് കഴിച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, ദാഹം വരില്ല. ഇതിനകത്ത് ഒരു പഴം കഴിച്ചാൽ 24 മണിക്കൂർ
അവന് ക്ഷീണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേകത പവറാണ് ഈ പഴം. അതാണ് ഈ പഴം ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് മുരുകൻ പണ്ട് മുരുകൻ സ്വാമി ഇതാണ് ഉപയോഗിച്ചിരുന്നത് പഴം. അടുത്ത ശർക്കര. ഇത് നമ്മൾ ഉണ്ടാക്കിയ സ്ഥലം കണ്ടല്ലോ, ഒറിജിനൽ ആയിട്ടുള്ള ശർക്കര. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. അവിടെ അത്യാവശ്യം നമ്മുടെ സാധാരണ ശർക്കരയുടെ വിലയല്ല, അവിടെ വില ഇച്ചിരി കൂടുതലാണ് ശർക്കര. കാരണം ഈ ഒറിജിനലായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു വില വ്യത്യാസമുണ്ട്. നമ്മൾ കഴുകി ഉണക്കി വെച്ച മുന്തിരിയാണ്. മാമ, ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇടല്ലേ ഈ അരിയുള്ള കറുത്ത മുന്തിരി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം രക്തഓട്ടം ഉണ്ടാവാനാണ്, രക്തം ശുദ്ധീകരിക്കാനാണ്. ഇത് ആയുർവേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, രക്തം ശുദ്ധീകരിക്കാനാണ്. അതുപോലെ ഈത്തപ്പഴം കഴിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഓടാൻ വേണ്ടി ഉള്ള, അത് ക്യാൻസർ രോഗികൾ വരെ ഉപയോഗിക്കാം. നമ്മുടെ എവിടെയെങ്കിലും അത് വെരിക്കോസ് ഇല്ലേ, വെരിക്കോസുകാർ ഈ ബ്ലഡ് സ്റ്റക്കായി നിൽക്കുന്നില്ലേ, അവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സാധനമാണ്. അത് ആയുർവേദത്തിലുണ്ട്. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പനകൽക്കണ്ടം, ഇതാണ് യഥാർത്ഥ, നമ്മൾ കണ്ടില്ലേ, അത് നമ്മൾ ചെയ്യുന്നിടം കണ്ടായിരുന്നല്ലോ, യഥാർത്ഥ പനകൽക്കണ്ടം. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പനകൽക്കണ്ടമാണ് ഇടുന്നത്. ഏകദേശം മാമ എത്ര സമയം എടുത്ത് നമ്മളിപ്പോൾ ഇത് നമ്മൾ 10 മണിക്ക് തുടങ്ങിയതാ, 2 മണി 3 മണിയാവുന്നു. ഒരാളും രണ്ടുപേരും ഒന്നുമല്ല, എല്ലാവരും ലാസ്റ്റ് കാണിക്കാം. കാരണം ഇത് ഇത്രയും ചെയ്യാൻ വേണ്ടി നല്ല ടൈം എടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തോ മാമ ചെയ്യുന്നത്? ഒരു 6-7 മണിക്കൂർ പ്രോസസ്സിംഗ് എല്ലാം ഇവിടെ ആകുമ്പോൾ 6-7 മണിക്കൂറെങ്കിലും 7 മണിക്കൂറെങ്കിലും വേണം കുറഞ്ഞത്. പൊടിച്ചു വെച്ച ഏലക്ക, നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചതോടെ നമ്മൾ അടുത്തത് നെയ്യ് ഒഴിച്ച്. മാമ, മണത്തിന്റെ കാര്യത്തിൽ, കാരണം ആ ഒറിജിനൽ ശർക്കരയുടെ നമ്മുടെ ഏലക്കയുടെ എല്ലാ എല്ലാം ഒറിജിനൽ അല്ലേ, ഒറിജിനൽ സാധനം നമ്മൾ ഓരോരുത്തരും തേടിപ്പിടിച്ച് പോയി നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാണിത്. മാമ, ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിൽ രക്തഓട്ടം ഉണ്ടാവുക, പിന്നെ സൗന്ദര്യവർദ്ധനമാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. രാജാവിനെ പോലെ ഇരിക്കുമെന്നാണ്. ഇത് കഴിച്ചാൽ രാജാവിനെ പോലെ ഇരിക്കുമെന്നാണ്. പളനി അത് ഒരു ദേവന്മാരുടെ ആഹാരമായിരുന്നു. ഇത് ദേവന്മാരുടെ ആയുസ് നിലനിർത്താനും ദേവന്മാരുടെ സൗന്ദര്യം നിലനിർത്താനും വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്തത് മുരുകനാണ്. പളനി മുരുകൻ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആഹാരമാണ്, മെയിനായിട്ട് ആഹാരമാണ്. ഇത് കണ്ട ആക്കണം മൊത്തം വാരുന്ന കളയരുത്. ഇത് കോമ്പാക്ട് ഫുഡാണ്. ഇത് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിന് പകരം ഒരു ശകലം കഴിച്ചാൽ മതി. ഒരു സ്പൂണിലപ്പുറം കഴിക്കരുത്. ഒരു സ്പൂൺ രാവിലെ വൈകുന്നേരം 1 സ്പൂൺ കഴിക്കുക. എത്ര നാൾ ഇരിക്കും ഇത്? ഞാൻ പട്ടാഴി പൂക്കുന്ന അമ്പലത്തിൽ ഉണ്ടാക്കി 2 വർഷം വരെ ഇരുന്നിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൽ 2 വർഷം വരെ വാങ്ങിക്കുന്നവർ കുറച്ചാൾ ഇരുന്നാൽ പോലും ഒരു കുഴപ്പമില്ല. എത്ര കാലം വേണമെങ്കിലും. ഇത് 1-2 പേരൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് ചോദിച്ച് വിളിച്ചത്. പക്ഷെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് തികയുമെന്ന് അറിയത്തില്ല, എങ്കിലും മാക്സിമം നമ്മൾ തരാം. ഇനി നമ്മൾ തേൻ ഒഴിക്കാൻ പോകും. തേൻ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് 6 ഇല്ലയോ മാമ? നല്ല വൃത്തിക്ക് തേൻ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തന്നെ നല്ല തണുത്തതിന് ശേഷം തേൻ ഒഴിക്കുവാണ്. ഇത് നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെറുതേൻ്റെ പെട്ടിയുണ്ട്, അവിടെ തന്നെ എടുത്ത നല്ല ചെറുതേനാണ്. നമ്മൾ തേൻ ഒഴിച്ചു. ഇനി ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പം നല്ല തണുത്ത് കിടക്കുക. അപ്പോൾ പഞ്ചാമൃതം റെഡിയായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മതി. ഓക്കെ, അടിപൊളി കേട്ടോ. നല്ല ഇന്നത്തെ നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പഴം ചേർന്നിട്ടുണ്ടെന്ന് പോലും പറയത്തില്ല, അത്ര ഇതായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട്. 1-2 പേരല്ല, ഇത്രയും പേരുടെ പരിപാടിയാണ്.